സെപ്റ്റംബർ 18 വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോയുടെ തിരുനാൾ ആചരിച്ച് ആഗോളസഭ. ബ്രിൻസിക്ക് സമീപം കുപ്പർത്തിനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായാണ് ജോസഫ് ജനിച്ചത്. 8-ാമത്തെ വയസ്സ് മുതൽ അവന് സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതിനാൽ കൂട്ടുകാർ അവനെ വാപൊളിയൻ എന്നായിരുന്നു കളിയാക്കി വിളിച്ചിരുന്നത്. കുറെ നാൾ ഒരു തോൽപ്പണിക്കാരന്റെ കൂടെ അവൻ ജോലി ചെയ്തു. 17-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്പുച്ചിൻ സഭയിലും അവൻ പ്രവേശനത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും അവൻ മണ്ടനും വാപൊളിയനുമാണെന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത്. ലഗ്രട്ടെല്ലോ എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അവൻ കന്നുകാലി നോട്ടക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു. അവന്റെ പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും എളിമയും അനുസരണയും തലവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും സെമിനാരി പ്രവേശനത്തിന് അനുവാദം നൽകുകയും ചെയ്തു. 25-ാമത്തെ വയസ്സിൽ അവന് പൗരോഹിത്യം നൽകി. വേണ്ട പോലെ വായിക്കാൻ പഠിച്ചിരുന്നില്ലെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനം, ഏതു ദൈവശാസ്ത്രവും കൈകാര്യം ചെയ്യാനുള്ള കഴിവും ദൈവം അവന് നൽകി. പരഹൃദയ ജ്ഞാനവും പ്രവചനപരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വായുവിൽ കൂടി പറക്കുവാനുള്ള കഴിവുമുണ്ടായിരുന്നു. എന്നും പള്ളിയുടെ വാതിക്കൽ നിന്നും ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിന് മീതെ കൂടെ പറക്കുന്നത് 100 ആളുകൾ കണ്ടിട്ടുണ്ടെന്നും ജീവചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. അസാമാന്യ സംഭവങ്ങൾ കണ്ട് ജനങ്ങൾ ആശ്രമത്തിൽ തിങ്ങിക്കൂടിയിരുന്നതിനാൽ അദ്ദേഹത്തെ അജ്ഞാതമായ ആശ്രമങ്ങളിലേക്ക് മാറി മാറി അയച്ചുകൊണ്ടിരുന്നു. ഒരു വിശുദ്ധന്റെ നാമമോ ദേവാലയ മണിനാഥമോ കേട്ടാൽ മതി, അദ്ദേഹം സമാധിയിലേക്ക് വഴുതി വീടുമായിരുന്നു. 61-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോ കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.